ഫാമിലി വെൽബീയിങ് ഹബ്ബ് സംഘടിപ്പിച്ചിട്ടുള്ള വർക്ക്ഷോപ്പിന്റെ രണ്ടാമത് സെഷനിലേക്ക് നിങ്ങൾ സ്വാഗതം. നമുക്ക് ഈ സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സിംപേ എന്ന മൊബൈൽ ആപ്പിനെ കുറിച്ചാണ്. നമ്മുടെ സമീപ ഭാവിയിൽ നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മൊബൈൽ ആപ്പിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ മൊബൈൽ ആപ്പിന്റെ സൃഷ്ടിച്ചിരിക്കുന്ന കമ്പനിയുടെ പേര് സിം ഇന്ത്യ കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. അതിന്റെ ആസ്ഥാനം കേരളത്തിലെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയാണ് അതിന്റെ ആസ്ഥാനം. ഇതിന്റെ സ്ഥാപകൻ, ഈ ആശയത്തിന്റെ ഉപജ്ഞാതാവ്, ഈ സിം ഇന്ത്യ കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ MD-യും അതിന്റെ ഫൗണ്ടറുമായിട്ടുള്ള ശ്രീ രാജൻ മൈക്കിൾ എന്ന വ്യക്തിയാണ്. സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തി. അദ്ദേഹത്തിന്റെ സ്വയപ്രയത്നം കൊണ്ടും അദ്ദേഹത്തിന്റെ ബുദ്ധി വൈഭവം കൊണ്ടും അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത ഒരാശയമാണ് ഈ സിംപേ എന്ന് പറയുന്ന മൊബൈൽ ആപ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് ഈ സിം ഇന്ത്യ കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ച് നമുക്ക് ഗൗരവമായി ഒന്ന് ചിന്തിക്കാം. ഈ സിം ഇന്ത്യ കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റ് കമ്പനികളിൽ നിന്നോ മൊബൈൽ ആപ്പുകളിൽ നിന്നോ വ്യത്യസ്തമായി ഈ കമ്പനി കൈകാര്യം ചെയ്യുന്ന ഒരു നൂതനമായിട്ടുള്ള, ഒരുപക്ഷെ നിങ്ങൾക്കറിയാൻ വയ്യാത്ത സാധ്യതകളാണ് ഇതിലുള്ളത്. നമുക്ക് ഈ ഒരു കമ്പനിയിലേക്ക് വരുന്ന ആളുകൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അവരുടെ നിരവധിയായ ട്രാൻസാക്ഷൻസ്, സാധാരണ നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്, മൊബൈൽ റീചാർജിങ്ങോ അതേപോലെ ഷോപ്പിങ്ങോ പർച്ചേസിങ്ങോ പോലുള്ള ഇടപാടുകൾ നടത്തുന്നതിലൂടെ അവർക്ക്, സാധാരണ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പണം നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് പണം നേടിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. നമുക്ക് ഈ കമ്പനി നമുക്ക് നൽകുന്നത് ഒരു ATR അക്കൗണ്ട്. ATR എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് റവന്യൂ എന്നാണ്. അവിടെ ഒരു അക്യുമുലേഷൻ നടക്കുകയാണ്. അതായത് പച്ച മലയാളത്തിൽ അതിന്റെ അക്യുമുലേഷൻ എന്ന വാക്കിന്റെ അർത്ഥം കുമിഞ്ഞുകൂടുക എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നിരവധി ട്രാൻസാക്ഷൻസ്, ആ ട്രാൻസാക്ഷൻസ് ഒരു ഭാഗത്ത് വർദ്ധിക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് റവന്യൂ വർദ്ധിക്കുന്നു. അതാണ് നമുക്ക് ഈ സിം ഇന്ത്യ കമ്മ്യൂണിക്കേഷൻസിന്റെ ഒരു ATR ഹോൾഡറിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് അത്തരം ബെനിഫിറ്റുകൾ കിട്ടുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിക്കാം. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ പ്രധാനപ്പെട്ട 2 വരുമാന സ്രോതസ് എന്ന് പറയുന്നത് 2 ബിസിനസ്സിൽ നിന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ 2 ബിസിനസ്സിൽ നിന്നാണ് കമ്പനിക്ക് വരുമാനം ലഭിക്കുന്നത്. ഒന്ന് റീറ്റെയിൽ ബിസിനസ്സിൽ നിന്നും, മറ്റൊന്ന് റീചാർജ് ബിസിനസ്സിൽ നിന്നും. റീറ്റെയിൽ ബിസിനസ്സിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കുന്നത് റീറ്റെയിൽ രംഗത്തുള്ള ചെറുകിട കച്ചവടക്കാർ, ചെറുകിട കർഷകർ, ചെറുകിട മാനുഫാക്ചേഴ്സ്, സേവനദാതാക്കൾ, ഇവരെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി, ഇവരുടെ ബിസിനസ് ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി അവർക്ക് വിർച്വൽ സ്റ്റോറുകൾ സൃഷ്ടിച്ചു കൊടുക്കുകയും ആ വിർച്വൽ സ്റ്റോറുകളിൽ വഴി നടക്കുന്ന ഇടപാടുകളിൽ നിന്നും ആണ് കമ്പനിക്ക്
പ്രധാനമായും വരുമാനം ഉണ്ടാകും. അതോടൊപ്പം തന്നെ എല്ലാ വ്യക്തികൾക്കും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. പഴയ കാലത്ത് നമുക്ക് ഒരു സിമ്മാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 2-3 സിമ്മുകൾ ഒരു വ്യക്തിക്ക് തന്നെ ഉണ്ടാവും. ഒരു വീട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും മൊബൈൽ ഫോൺ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തെ ഒരു പ്രധാനപ്പെട്ട നമ്മളുടെ ഒരു ചെലവിനമാണ് ഈ പറയുന്ന റീചാർജിങ് എന്ന് പറയുന്നത്. മൊബൈൽ റീചാർജിങ് മാത്രമല്ല, നമുക്ക് ഡിഷ് റീചാർജ് ചെയ്യണം. അതേപോലെ വൈഫൈ ഉള്ള ആൾക്കാരാണെങ്കിൽ ബ്രോഡ്ബാൻഡിന് നമ്മൾ പണം അടയ്ക്കണം, ഗ്യാസ് ബുക്ക് ചെയ്യണം, ഇലക്ട്രിക് ബില്ല് അടയ്ക്കണം, വാട്ടർ ബില്ല് അടയ്ക്കണം. ഇങ്ങനെ നിരവധിയായി നമുക്ക് ഒരു മാസം അടയ്ക്കേണ്ടതായിട്ടുള്ള ബില്ലുകളുണ്ട്. നമ്മൾ ഡെയിലി ചെയ്യേണ്ട അതേപോലെ തന്നെ പർച്ചേസിങ്, അങ്ങനെയുള്ള ഷോപ്പിംഗ്, പർച്ചേസിങ്, അങ്ങനെയുള്ള ഇടപാടുകൾ എല്ലാം ഉണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഈ ചെറുകിട കർഷകരും ചെറുകിട കൃഷിക്കാരും ചെറുകിട വ്യവസായികളും സേവന ദാതാക്കളെ എല്ലാം കമ്പനി ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് വെൻഡേഴ്സ്. അങ്ങനെ വെൻഡേഴ്സിന് അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള സഹായം ചെയ്യുന്നത് വഴി ഈ ബിസിനസ്സിന് കിട്ടുന്ന വരുമാനമാണ് മറ്റൊന്ന്. അപ്പോൾ ഈ റീചാർജ് മറ്റൊന്ന് ഈ റീചാർജ് മന്ത്ലി നടക്കുന്ന റീചാർജുകളും മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം. അങ്ങനെ റീചാർജ് ബിസിനസ്സിൽ നിന്നും റീറ്റെയിൽ ബിസിനസ്സിൽ നിന്നുമാണ് കമ്പനിക്ക് വരുമാനം ലഭിക്കുന്നത്. ആ ലഭിക്കുന്ന വരുമാനത്തിന്റെ സിംഹഭാവവും കമ്പനി മറ്റുള്ള ഇതിന്റെ യൂസേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും അതേപോലെ തന്നെ ഇതിന്റെ അഫിലിയേറ്റുകൾക്കും മറ്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വിരിച്ചു കൊടുക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിനകത്തൊരു യൂസറായിട്ട് നിന്നുകൊണ്ട് 1 രൂപ പോലും നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ഇതിന്റെ യൂസറായി മാറാം. അങ്ങനെ യൂസറായി മാറുമ്പോൾ നിങ്ങൾക്ക് ഈ ഇടപാടുകളിൽ നിന്ന് ക്യാഷ് ബാക്കുകളും അതുപോലെ തന്നെ റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടും ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ടും വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. യൂസർക്ക് അതിന് പറ്റും. അതേപോലെ തന്നെ നമുക്ക് റീചാർജ് ചെയ്യാം, മറ്റേ ബിൽസ് ആൻഡ് പേയ്മെന്റ്സ് അടയ്ക്കാൻ, ഷോപ്പ് ചെയ്യാം. ഇതിന്റെ വി സ്റ്റോർ എന്ന സംവിധാനം വഴി നമുക്ക് സാധനങ്ങൾ, സേവനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇനി നമുക്ക് കമ്പനിയുടെ ഭാഗമായി നിന്നുകൊണ്ട് കമ്പനിക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നത് വഴി നമുക്ക് ഇതിനകത്തൊരു സ്പോൺസർ ബിസിനസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആളുകളെ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആളുകളെ നമുക്ക് സ്പോൺസർ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല വരുമാനം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ സ്പോൺസർ ചെയ്താൽ ആ വ്യക്തി നമ്മുടെ ടീം എയിൽ പെടുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ടീം എ ഇതിലേക്ക് കടന്നു വരുമ്പോൾ 1000 രൂപയാണ് ഇതിൽ ഒരു അഫിലിയേറ്റായി നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലൈസൻസ് ഫീ എന്ന് പറയുന്നത്. അങ്ങനെ ആ 1000 രൂപ ആ വ്യക്തി അടയ്ക്കുമ്പോൾ നമുക്ക് ഇതിന്റെ സ്പോൺസറായ നമുക്ക് അതിന്റെ 20% ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് 1000 രൂപ അദ്ദേഹം ഈ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 200 രൂപ നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയ നമ്മുടെ ടീം എയിൽ പെടുന്ന വ്യക്തി, അയാൾക്ക് ഒരു ടീം എയിൽപ്പെട്ട ഒരു മെമ്പർ ഉണ്ടാകുമ്പോൾ ആ വ്യക്തി നമ്മളുടെ ടീം ബിയിലെ മെമ്പറാണ്. അങ്ങനെ നമുക്ക് ആ വ്യക്തിയിൽ നിന്നും അതിന്റെ 10%, അതായത് 100 രൂപ നമുക്ക് വരുമാനം. അതുപോലെ തന്നെ നമ്മുടെ ടീം ബിയിലെ അയാളുടെ ടീം എയെ ഇതിലേക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമ്മളുടെ ടീം സിയിൽപ്പെട്ട ആളുകളാണ്. ടീം സി ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 5% ആണ് നമുക്ക്, അതായത് 50 രൂപയാണ് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ആകെ വരുമാനം 1000 രൂപയുടെ 30% ആയ 350 രൂപയാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. ഇത് ഒരു വ്യക്തിയാണ്. ഇത് പല വ്യക്തികളാകുമ്പോൾ അതനുസരിച്ച് നമ്മുടെ വരുമാനം വർദ്ധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഒരു 1000 രൂപ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ 1000 രൂപ ഇതിന്റെ ലൈസൻസ് ഫീ അടച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ ഭാഗമായി മാറുമ്പോൾ ആ പണം കമ്പനി ഇതിന്റെ വേറൊരു ഭാഗത്തേക്ക് മാറ്റുകയാണ്.
റീചാർജ് യൂണിറ്റിലേക്ക് RBI യൂണിറ്റിലേക്ക് കമ്പനി അത് മാറ്റുകയാണ് ആ 1000 രൂപ. അങ്ങനെ മാറ്റുന്നതിൽ നിന്നും നിങ്ങൾക്ക് അതിൽ നിന്നും 300% അത് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്പോൺസർ ചെയ്ത വ്യക്തികൾ നമുക്ക് അവര് ഈ RBI യൂണിറ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 10%, അതായത് നമ്മുടെ ടീം എയിൽ നിന്ന് 10%, ടീം ബിയിൽ നിന്ന് 3%, ടീം സിയിൽ നിന്നും 2%, അങ്ങനെ 15% നമുക്ക് വരുമാനമുണ്ട്. ഇത് കൂടാതെ നമുക്ക് നേരത്തെ പറഞ്ഞ നമ്മൾ യൂസറായി നിന്നുകൊണ്ട് ചെയ്യുന്ന റീറ്റെയിൽ ഇൻകം, അതേപോലെ തന്നെ ഓരോ ഇടപാടുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്കുകളും റീചാർജിൽ നിൽക്കുന്ന ക്യാഷ് ബാക്കുകളും ഒക്കെ നമുക്ക് അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് വരുമാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് സിംപേയിൽ ഉള്ളത് യൂസർ ഉണ്ട്. യൂസറിന് അഫിലിയേറ്റ് ആകാനുള്ള ഇതാണ് നമ്മുടെ എന്താണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലുള്ളത് നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയുടെ പ്രൊമോട്ടറായിട്ട് മാറാൻ സാധിക്കും. ബിസിനസ് പ്രൊമോട്ടേഴ്സ് ആയിട്ട് മാറാം. ഇങ്ങനെ നമ്മൾ ബിസിനസ് പ്രൊമോട്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്? ബിസിനസ് പ്രൊമോട്ടർ ആയി നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് പ്രൊമോട്ടർ ആയാൽ നമുക്ക് കമ്പനിക്ക് വേണ്ടി ബിസിനസ് കൺസൾട്ടന്റുകളെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. കമ്പനിയുടെ അപ്രൂവലോട് കൂടി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സാറേ എന്തോ സാറേ നമുക്ക് ഇതിൻ്റെ അകത്തെ ഈ പോളിസി ഒക്കെ അടയ്ക്കാനൊക്കത്തില്ലേ സാറേ? പോളിസി ഇൻഷുറൻസിന്റെ ചിലത് ഉണ്ട്. അത് നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഈ ആഴ്ച ഇതിന്റെ ഇത് വരും. നമ്മുടെ ആപ്പിന്റെ ആ ഒരു കംപ്ലീഷൻ ഈ ആഴ്ച കൊണ്ടാവും. അപ്പൊ നമുക്ക് അത് വന്നു കഴിയുമ്പം പഴയതിനകത്ത് ഇല്ലായിരുന്നു, പുതിയതിനകത്ത് അതിനകത്ത് വേർഷനകത്ത് ചിലപ്പോൾ കാണും. അടയ്ക്കാൻ പറ്റും. ഞാനിത് കണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. LICയുടെ ICICയുടെ പിന്നെ അതുപോലെ അങ്ങനെ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളിലെല്ലാം അടയ്ക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതിനകത്ത് കമ്പനിയുടെ ബിസിനസ് പ്രൊമോട്ടേഴ്സ് ആയിട്ട് മാറുന്ന ആളുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അല്ല അവർക്ക് എന്തൊക്കെ അധികാരങ്ങളാണ് കിട്ടുന്നത്, അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. അതായത് നമ്മുടെ കമ്പനിയുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെൻഡേഴ്സിനെ ആഡ് ചെയ്യും. ഞാൻ വെൻഡേഴ്സിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞില്ല അല്ലെ? സോറി, ഞാൻ വെൻഡേഴ്സിനെ കുറിച്ച് പറയാം. വെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകിട ബിസിനസ്സുകാർ, ചെറുകിട കച്ചവടം, ചെറുകിട കൃഷിക്കാർ, ചെറുകിട വ്യവസായികള്, ഉൽപാദകര്, മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ചെറുകിട സേവനദാതാക്കൾ, ഇവരെയാണ് നമ്മൾ വെൻഡേഴ്സ് എന്ന് പൊതുവായിട്ട് പറയുന്നത്. അത് നമ്മുടെ നാട്ടിൽ ചെറിയ കടകളൊക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ ഒരുമാതിരിപ്പെട്ട സൂപ്പർ മാർക്കറ്റുകളും മാളുകളും വലിയ വലിയ സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട്. അവർക്കെല്ലാം സ്വന്തമായിട്ട് അവരുടെ ബിസിനസ് ഇ-കൊമേഴ്സ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനും അവർക്ക് ഓൺലൈനായിട്ട്
കച്ചവടം നടത്താനൊക്കെയുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇതിൽ സാധാരണ ഒരു കച്ചവടക്കാരൻ, നമ്മൾ ഇതിനകത്ത് ചില്ലറ കച്ചവടക്കാർ, ചില്ലറ കച്ചവടക്കാർ, അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ വഴിയോര കച്ചവടക്കാർക്കടക്കം നമ്മുടെ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാം. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൂഗിൾ പേയോ ഫോൺ പേയോ ഉപയോഗിക്കുന്ന അല്ലെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആൻഡ്രോയിഡ് ഫോൺ ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് സ്വീകരിക്കുന്നതിന് നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ വേണമെന്നില്ല. അതായത് നമ്മൾ വെറും സാധാ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ആ ഫോണിലേക്ക് മെസ്സേജ് വരും നമുക്ക് പൈസ വന്നു കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്യാനായിട്ട് നമ്മൾ മറ്റ് കടകളിൽ വെച്ചിരിക്കുന്ന പോലെ തന്നെ ഈ QR കോഡ് നമുക്കൊരു ഒരു ഷോപ്പ് ID ഉള്ളപ്പോൾ നമുക്ക് QR കോഡ് കിട്ടും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ആ QR കോഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പൈസ സ്വീകരിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ചെറിയ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് വഴിയോര കച്ചവടക്കാർ കൊണ്ടുവരുന്നത് കപ്പയോ അല്ലെങ്കിൽ അവർ കൃഷി ചെയ്ത സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സാധനമായിട്ടായിരിക്കും അവർ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആൻഡ്രോയിഡ് ഫോൺ ഇല്ലാത്തതുകൊണ്ട് കച്ചവടം നഷ്ടമാകുന്ന നിരവധി സാഹചര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങളും കണ്ടിട്ടുണ്ടാവാം. കാര്യം അവരോട് പറയാണ്, അച്ചായ നിങ്ങൾക്ക് ഇതുണ്ടോ, എൻ്റെ ഇതാണ് ഉള്ളത്, ഞാൻ ഓൺലൈനായിട്ട് പേ ചെയ്യുന്ന, അച്ഛൻ്റെ ഇതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും എൻ്റെ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും വാങ്ങിച്ചോ എന്ന് പറയും. അങ്ങനെ പലപ്പോഴും അവർ കച്ചവടം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ വെറും സാധാ മൊബൈൽ ഇല്ലാത്ത ആളുകളിൽ ഏതായാലും ഇല്ല. അങ്ങനെ സാധാ മൊബൈലുള്ള ഒരാൾക്കാണെങ്കിൽ പോലും ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ വേണം. അങ്ങനെ ആൻഡ്രോയിഡ് ഫോണുള്ള ആരെങ്കിലും കൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ആ ഷോപ്പിനൊരു ID ഉണ്ടാവും, ആ ഷോപ്പിനൊരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് നമ്മൾ അവിടെ വെച്ചിരുന്നാൽ മതി. ആ QR കോഡിലേക്ക് നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അവരുടെ ഫോണിലേക്ക് മെസ്സേജ് അവരുടെ ഫോണിലേക്ക് മെസ്സേജ് വരും. അവരുടെ ഫോൺ നമ്പർ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ നമ്മൾ ഫോൺ നമ്പർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മെസ്സേജ് വരും. ആ മെസ്സേജ് ഉപയോഗിച്ചുകൊണ്ട് ആ മെസ്സേജിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടെന്ന്. ആൻഡ്രോയിഡ് ഫോൺ വേണ്ടല്ലോ? വേണ്ട, നമ്മുടെ സാധാ ഫോണിലേക്ക് മെസ്സേജ് വരും. നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പറിലായിരിക്കും മെസ്സേജ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പൈസ കിട്ടിയതായിട്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഈ ചെറുകിട കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വഴിയോര കച്ചവടക്കാർ അടക്കമുള്ള ആൾക്കാരെയാണ് നമ്മൾ വെൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കും. കസ്റ്റമേഴ്സിനെ കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഓൺലൈൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം എവിടെയാണ് അവിടെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നവരെല്ലാം ഇതിന്റെ കസ്റ്റമേഴ്സ് ആയിട്ട് മാറും. അതേപോലെ തന്നെ ഇവരുടെ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇവരുടെ ഈ ഷോപ്പ് ID-ക്കകത്തോ അല്ലെങ്കിൽ ഇവർക്ക് ഇതിനു വേണ്ടി പ്രത്യേകം വേറൊരു ID അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് ഇവരുടെ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കടയിൽ നിന്നല്ല അവർ വേറെ ഷോപ്പിൽ പോയി നമ്മുടെ ഈ ATR സംവിധാനമുള്ള മറ്റ് ഷോപ്പിൽ പോയി സാധനം വാങ്ങുമ്പോഴും അവർക്ക് ATR ക്യാഷ് ബാക്ക് കിട്ടും. അതേപോലെ തന്നെ വിർച്വൽ സ്റ്റോർ സംവിധാനം കിട്ടും. അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ബിസിനസ് e-commerce രീതിയിലേക്ക് ആക്കാൻ പറ്റും. അതേപോലെ അവരുടെ കസ്റ്റമേഴ്സിന് അവർക്ക് ബൾക്ക് SMS അയക്കാം. 1000-കണക്കിന് ആൾക്കാർക്ക് 10,000-കണക്കിന് ആൾക്കാർക്ക് ഒറ്റ ക്ലിക്ക് കൊണ്ട് അവർക്ക് മെസ്സേജസ് അയക്കാൻ പറ്റും, ഓഫറുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ ഇത് നമ്മുടെ സിംപേ എന്ന് പറഞ്ഞ ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കും. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് അഡ്വർടൈസ്മെന്റുകളാണ് കാണുന്നത്. അങ്ങനെ അഡ്വർടൈസ്മെന്റ് പബ്ലിസിറ്റി ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും നമ്മുടെ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയും അതേപോലെ തന്നെ കൃത്യമായ അക്കൗണ്ടിങ്ങോ അതിന്റെ മാനേജ്മെന്റോ കറക്റ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടും മാനേജ്മെന്റ് സപ്പോർട്ടും അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ടും നമ്മൾ അവർക്ക് കൊടുക്കും. അപ്പൊ ഇത്രയും പ്രയോജനങ്ങളാണ് നമ്മുടെ വെൻഡേഴ്സിന് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിൽ കയറിയിരിക്കുന്ന ആളുകൾ നമ്മൾ ഇത്രയും വലിയൊരു സംവിധാനത്തിന്റെ ഭാഗമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. നമുക്ക് കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൂതനമായ ഒരു സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. ആ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നാളെ ഈ പറയുന്ന ആളുകളെല്ലാം മാറേണ്ടി വരും. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ലെഫ്റ്റ് ആയി പോയിട്ടുള്ള ആൾക്കാരും ഈ സിംപേ ഉപയോഗിച്ച് ഇവിടെ ട്രാൻസാക്ഷൻ നടത്തേണ്ട ഒരവസ്ഥ അവർക്കുണ്ടാവും.
ഇതിൽ എനിക്ക് ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ. ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, പിന്നീട് ഞാൻ സൂചിപ്പിക്കാം. അപ്പോ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ആരുടെയൊക്കെ കാര്യമാണ് പറഞ്ഞത്, നമുക്ക് സിംബയിലൂടെ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ആരുടെയൊക്കെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞത്. ആദ്യം ഈ ഇതിലേക്ക് വരുന്ന ഒരു യൂസറായിട്ട് വരുന്ന ആൾക്ക് കിട്ടുന്ന പ്രയോജനത്തെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ഇതിനകത്ത് യൂസർക്ക് അഫിലിയേറ്റ് ആയി മാറിയാൽ അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു. ഇനി നമുക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ കമ്പനിയുടെ വെൻഡേഴ്സ് ആയി മാറിക്കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ബിസിനസ് പ്രൊമോട്ടർ ആയിട്ട് മാറിയാൽ നമുക്ക് എന്താണ് ഗുണം? ഇങ്ങനെ ബിസിനസ് പ്രൊമോട്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബിസിനസ് കൺസൾട്ടന്റിനെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ബിസിനസ് കൺസൾട്ടന്റുകളെ ആഡ് ചെയ്യുമ്പം നമുക്ക് ആ ബിസിനസ് കൺസൾട്ടന്റുകളാണ് ഈ വെൻഡേഴ്സിനെ അല്ലെങ്കിൽ ഷോപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ഷോപ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ബിസിനസ് കൺസൾട്ടന്റിന്, അപ്പൊ നമുക്കൊരു കാര്യം ആയിക്കോട്ടെ, ആ ബിസിനസ് കൺസൾട്ടന്റിന് ഈ ഷോപ്പിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും ആ ബിസിനസ് കൺസൾട്ടന്റിന് ബെനിഫിറ്റ് ഉണ്ട്. ആ ബെനിഫിറ്റ് എങ്ങനെ കിട്ടുന്നെന്ന് ഞാൻ പറയാം. ആ കിട്ടുന്ന ബെനിഫിറ്റിന്റെ ബിസിനസ് കൺസൾട്ടന്റിന് ടോട്ടൽ അദ്ദേഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഷോപ്പുകളിൽ നിന്നെല്ലാം കിട്ടുന്ന വരുമാനത്തിന്റെ 50% ആർക്ക് കിട്ടും? നമ്മുടെ ബിസിനസ് പ്രൊമോട്ടർക്ക് കിട്ടും. ചുരുക്കത്തിൽ നമ്മുടെ ഒരു ഒരു ഇതിന്റെ നമ്മുടെ കമ്പനിയുടെ ഒരു ബിസിനസ് പ്രൊമോട്ടറായിട്ട് വരുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് ഒരു 10 എക്സിക്യൂട്ടീവ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ 10 എക്സിക്യൂട്ടീവ് ഉള്ള ബിസിനസ് പ്രൊമോട്ടർക്ക് ഓരോ ബിസിനസ് കൺസൾട്ടന്റും ഒരു 10,000 രൂപയാണ് മാസം ഏൺ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ 10,000 രൂപയാണ് ഏൺ ചെയ്യുന്നതെങ്കിൽ ഓരോ വ്യക്തിയിൽ നിന്നും ഇയാൾക്ക് 5,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 10 പേര് വരുമ്പോൾ ഇദ്ദേഹത്തിന് 50,000 രൂപയായിരിക്കും വരുമാനം. ഇത് ഒന്നുകിൽ ഈ പറയുന്ന ബിസിനസ് കൺസൾട്ടന്റിന്റെ എണ്ണം കൂടുകയോ അല്ലെങ്കിൽ ബിസിനസ് കൺസൾട്ടന്റിനുള്ള വരുമാനം കൂടുകയോ ചെയ്താൽ ഈ പറയുന്ന ബിസിനസ് പ്രൊമോട്ടർക്ക് വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത് ഞാൻ വളരെ ചെറിയൊരു കണക്ക് നിങ്ങളെ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ നമ്മുടെ ഇതിന്റെ കൺസൾട്ടന്റുകൾ ഒരു മാസം വാങ്ങിക്കാൻ പോകുന്ന തുകയെന്ന് പറയുന്നത് 1 ലക്ഷം രൂപയ്ക്ക് മേൽ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന സംവിധാനമാണ്. ഇപ്പം നമുക്ക് 1,000 ഷോപ്പെങ്കിലും, നമ്മളെ ഈ ഫീൽഡിൽ പോകുന്ന സാധാരണ എക്സിക്യൂട്ടീവുകൾക്ക് 1000 ഷോപ്പെങ്കിലും അവർക്കുണ്ട്. അങ്ങനെ 1000 ഷോപ്പുള്ള ഒരു ബിസിനസ് എക്സിക്യൂട്ടീവിന് അവന്റെ ഒരു ഷോപ്പിൽ എത്ര ഇടപാടുകൾ നടക്കും നിങ്ങളൊന്ന് ആലോചിച്ചു. ആ നടക്കുന്ന ഇടപാടുകൾക്കെല്ലാം അയാൾക്ക് വരുമാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ് കൺസൾട്ടന്റിന് അല്ലെങ്കിൽ പ്രൊമോട്ടർക്ക് എത്ര രൂപയായിരിക്കും വരുമാനം? അപ്പോൾ നമുക്ക് അങ്ങനെ ഒരവസരം കൂടി നമുക്കുണ്ട്. ഇനി ബിസിനസ് കൺസൾട്ടന്റുകൾക്ക് ഉള്ള വരുമാനം, ബിസിനസ് കൺസൾട്ടന്റുകളെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ. ബിസിനസ് കൺസൾട്ടന്റുകൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് പ്രൊമോട്ടറെ ഞാൻ പറഞ്ഞു, വെണ്ടറും ബിസിനസ് പ്രൊമോട്ടറും പറഞ്ഞു. ബിസിനസ് കൺസൾട്ടന്റുകൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പിൽ നടക്കുന്ന ഒരു ഷോപ്പിൽ നമ്മൾ ഈ
ഇ കൊമേഴ്സ് സിസ്റ്റം നമ്മൾ കൊടുക്കുമ്പോൾ ആ സിസ്റ്റത്തിന് നമ്മൾ ഒരു പൈസയും നമ്മൾ ഈ ഷോപ്പുകാരൻ്റെ നിന്ന് ഈടാക്കുന്നില്ല. നമ്മൾ അവരോട് പറയുന്നത് ഈ സിസ്റ്റം ഉപയോഗിച്ച് ആര് ഇടപാട് നടത്തിയാലും അതിനൊരു നിശ്ചിത സംഖ്യ നിങ്ങൾ മാർജിൻ കൊടുക്കണം. അത് 1 രൂപയാണെങ്കിൽ 1 രൂപയെങ്കിലും മാർജിൻ കൊടുക്കണം. അങ്ങനെ 1 രൂപ കമ്പനിക്ക് ഈ പറയുന്ന ഷോപ്പുകാരൻ അല്ലെങ്കിൽ വെണ്ടർ കൊടുക്കുമ്പോൾ അതിന്റെ 50% ആ സാധനം പർച്ചേസ് ചെയ്ത കസ്റ്റമർ കിട്ടും. ഉദാഹരണം 100 രൂപയാണ് കമ്പനിക്ക് കിട്ടുന്നതെങ്കിൽ 50 രൂപയും നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കും. അങ്ങനെ 50 രൂപ അവിടെ കിട്ടുന്ന സമയത്ത് ഈ ഷോപ്പിൽ ഈ ഷോപ്പ് ആഡ് ചെയ്ത കൺസൾട്ടന്റിന് 10 രൂപ കിട്ടും. അതേപോലെ തന്നെ ഈ വ്യക്തിയെ ഈ ഒരു സംവിധാനത്തിലേക്കാണ് ഇത് ഉപയോഗിക്കുന്ന യൂസറെ ഈ സംവിധാനത്തിൽ കൊണ്ടുവരുന്ന വ്യക്തിക്കും അതിന്റെ സ്പോൺസറായ വ്യക്തിക്കും അതിന്റെ സ്പോൺസറായ വ്യക്തിക്കും അതിന്റെ സ്പോൺസറായ വ്യക്തിക്കും ഒരു പൈസ കിട്ടും. അപ്പോൾ ഒരൊറ്റൊരു ഇടപാട് നടത്തുമ്പോൾ പല ആളുകളിലേക്ക് ഈ റവന്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്, വിതരണം ചെയ്യപ്പെടുകയാണ്. നേരെ മറിച്ച് നിങ്ങൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് ഒരു സാധനം വാങ്ങുമ്പോൾ ഈ ഗൂഗിൾ പേക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനിയാണ് ഈ ഗൂഗിൾ എന്ന് പറയുന്നത്. ആമസോണിലൂടെ നമ്മളൊരു പർച്ചേസ് നടത്തുമ്പോൾ അതിനകത്ത് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ആമസോൺ എന്ന് പറയുന്നതും അമേരിക്കൻ കമ്പനിയാണ്. അതേപോലെ നമ്മൾ പേടിഎം ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ പേ ഉപയോഗിച്ചാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് കിട്ടുന്ന വരുമാനം കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ തന്നെ വലിയ കോർപ്പറേറ്റുകളാണ്. അപ്പൊ അങ്ങനെ വലിയ വലിയ വിദേശ രാജ്യങ്ങളിലുള്ള വൻ കുത്തകകളിലേക്കും വലിയ സ്ഥാപനങ്ങളിലേക്കും വരുമാനം കേന്ദ്രീകരിക്കുന്നതിന് പകരം നമ്മളിലേക്ക് തന്നെ പണം വിതരണം ചെയ്യപ്പെടുകയാണ്, വികേന്ദ്രീകരിക്കുകയാണ്. അതാണ് നമ്മൾ സിംപയിലൂടെ ചെയ്യുന്നത്. ഇത് നൂതനമായിട്ടുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു ആശയമാണ്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുകയും നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയും ചെയ്യുവാണെങ്കിൽ ഞാൻ അതിന്റെ മറുപടി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇത്രയും കാര്യമാണ് എനിക്ക് സിമ്മിന്റെയും കമ്മ്യൂണിക്കേഷൻസും സിംപേയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതായത് സിം ഇന്ത്യ കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നമ്മുടെ ഇന്ത്യൻ കമ്പനിയാണ്, കേരള കമ്പനിയാണ്. കേരളത്തിലെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലാണ് ഇതിന്റെ ആസ്ഥാനം. കമ്പനിക്ക് 2017 മുതൽ പ്രവർത്തിച്ചു വരുന്ന, അതായത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന പേരിൽ സിം ഇന്ത്യ എന്ന പേരിൽ പ്രവർത്തിച്ചു വരുന്ന കമ്പനിയാണ്. അതിനു മുമ്പേ കമ്പനി റീചാർജ് രംഗത്തുണ്ട്. ലിവറേജ് ഇന്ത്യ എന്നായിരുന്നു കമ്പനിയുടെ പേര്. അതിനുശേഷം 2017 കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുകയും 2018 ഇതിന് സ്വന്തമായി മൊബൈൽ ആപ്പ് വരികയും ചെയ്തതാണ്. അങ്ങനെ സിം ഇന്ത്യ കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ ഇതിനൊരു മൊബൈൽ ആപ്പ് ഉണ്ട്. അതോടൊപ്പം തന്നെ വിർച്വൽ സ്റ്റോർ എന്ന പേരിൽ വേറൊരു മൊബൈൽ ആപ്പ് ഉണ്ട്. ഈ വിർച്വൽ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തതിന് കസ്റ്റമേഴ്സിന് 3ാമതൊരു ആപ്പ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 3 ആപ്പുകൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും. എന്നാൽ ഇപ്പോഴുള്ള മൊബൈൽ ഫോണുകളിൽ ആ വേർഷൻ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കമ്പനി പുതിയ വേർഷൻ ചെയ്യുന്നത്. പുതിയ വേർഷന്റെ നമുക്ക് ഈ പറയുന്ന അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ഈ 15-ാം തീയതി മുതൽ പ്രവർത്തിച്ചു തുടങ്ങാൻ പറ്റും. അതുപോലെ തന്നെ കമ്പനിയുടെ ഇന്റർനാഷണൽ ഓഫീസ് നമുക്ക് ഈ ഓഗസ്റ്റ് 15-ാം തീയതി മുതൽ നമ്മുടെ ലോകത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ ദുബൈയിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ വലിയ ഒരു അവസ്ഥയിലേക്കാണ് ഇതിന്റെ ആദ്യ ഘട്ടത്തിൽ. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുന്ന ആളുകൾക്ക് ഇതിനകത്തൊരു സമ്മാനം കൊടുക്കുന്ന, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിന് നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലേക്ക് വരുന്ന ആളുകൾ 30 ദിവസം കൊണ്ട് അവരുടെ ടീം ബിൽഡ് ചെയ്യുമ്പോൾ, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിന് നമ്മൾ പൊതുവെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 10 പേരെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു 2000 രൂപ വിലയുള്ള അമേരിക്കൻ ടൂറിസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡഡ് കമ്പനിയുടെ ഷോൾഡർ ബാഗ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സാധാരണ. എന്നാൽ ഇന്നലെ മുതൽ നമ്മൾ ഒരു പുതിയ ഓഫർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ 10 പേരെ ആഡ് ചെയ്യുന്നവർക്ക് രണ്ടാമത്തെ ടീം ബി ബിൽഡ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന 20,000 രൂപയുടെ മൊബൈൽ ഫോണാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 100 പേരുടെ ടീം ബി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ
അവർക്ക് 20,000 രൂപയുടെ മൊബൈൽ ഫോൺ കൊടുക്കുന്ന സ്ഥാനത്ത് 80,000 രൂപയുടെ ലാപ്ടോപ്പാണ്, HP ലാപ്ടോപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൂന്നാമത്തെ അല്ലെങ്കിൽ ടീം C ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് നമ്മൾ HP ലാപ്ടോപ്പ് ആയിരുന്നു. ആ സ്ഥാനത്ത് നമ്മൾ 1.5 ലക്ഷം രൂപയുടെ ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം ഈ ഒരാഴ്ചത്തേക്കേ ഉള്ളൂ. അപ്പോൾ ഇനി വേറൊരു സന്തോഷത്തോടെ ഞാൻ അറിയിക്കാം, തൊട്ടടുത്ത ദിവസം തന്നെ ഈ 10 പേരെ കംപ്ലീറ്റ് ചെയ്യുന്ന ടീം A കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അടുത്ത ഞായറാഴ്ച നമ്മൾ ഈ സമയത്ത് നമുക്ക് എറണാകുളത്തെ ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾക്ക് ഒരു ദിവസം ചെലവഴിക്കാനും നമ്മുടെ കമ്പനിയെക്കുറിച്ച് കൂടുതലായിട്ട് കമ്പനിയെക്കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും വിൽപ്പനയെക്കുറിച്ചും സെല്ലിങ്ങിനെ കുറിച്ചും നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഒരു ദിവസം നല്ല ഫുഡൊക്കെ കഴിച്ച് ഉച്ചശേഷം നമുക്ക് അത്യാവശ്യം സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ഒക്കെയുള്ള സമയങ്ങൾ ചിലവഴിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി കൂടുതൽ വരുമാനമുള്ളവരായിട്ട് മാറാനായിട്ടുള്ള ഒരവസരം കൂടിയുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള നിമിഷങ്ങൾ നമ്മൾ കൂടുതൽ എങ്ങനെ നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കാം, നമുക്ക് കൂടുതൽ ആളുകളെ എങ്ങനെ ഇതിലേക്ക് എത്തിക്കാം, അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിലൂടെ ഇതിനൊരു വഴിയുണ്ട്, ആ വഴിയിലൂടെ തന്നെ പോയാൽ മാത്രമേ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക, നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ചും നമ്മുടെ ഈ പ്രോഡക്റ്റിനെ കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ മറ്റുള്ളവരോട് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ ആളുകളെ പഠിപ്പിക്കാനുള്ള ട്രെയിനേഴ്സിനെ ആവശ്യമുണ്ട്, ടെലികോളേഴ്സിനെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫീൽഡിൽ പ്രവർത്തിക്കാനുള്ള ബിസിനസ് കൺസൾട്ടന്റുകളെ ആവശ്യമുണ്ട്. അതേപോലെ അതിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള ബിസിനസ് പ്രൊമോട്ടേഴ്സിനെ ആവശ്യമുണ്ട്. ഇത്തരം ആളുകളെയൊക്കെ നിങ്ങളുടെയൊക്കെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഇത്തരം കഴിവുള്ള ആൾക്കാരെ നമുക്ക് ഇതിലേക്ക് ബന്ധിപ്പിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന മുഴുവൻ ആളുകളും ഒരു MI ടെസ്റ്റ് ഉണ്ട്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏതൊക്കെ മേഖലയിലാണ് സ്കില്ല് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സ്കില്ല് അനുസരിച്ചുള്ള ജോലികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സമയത്തെയും പണത്തെയും ഒക്കെ ആസൂത്രണം ചെയ്തുകൊണ്ട് നമുക്ക് സമ്പത്തുള്ളവരും പണമുള്ളവരുമായിട്ട് മാറാം. ആരോട് ചോദിച്ചാലും പണമില്ല, പൈസയില്ല, സമയമില്ല എന്നാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ ആരോഗ്യമില്ല. ഇങ്ങനെ ഇല്ലായ്മകളിൽ നിന്ന് നമുക്ക് അതിൻ്റെ എതിർഭാഗത്തുള്ള അവസ്ഥയിലേക്ക്, സമ്പന്നതയിലേക്ക് നമുക്ക് മാറാം. പണമുള്ളവരായിട്ടും സമയമുള്ളവരായിട്ടും അതേപോലെ തന്നെ ആരോഗ്യമുള്ളവരായിട്ടും നമുക്ക് മാറാം. ഏതായാലും ഇത്രയും സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഇത്രയും സമയം നിങ്ങൾ ഈ ഒരു കാര്യം പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും മാറ്റിവെച്ചതിന് എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ നന്ദി, നമസ്കാരം അറിയിക്കുന്നു. കൂടുതൽ ആവേശത്തോടു കൂടി നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.